CPI ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ ഈ അരിവാൾ നിൽക്കതിർ അടയാളത്തിൽ മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റ് ഈ കേരളവും തമിഴ്നാടും ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം നോക്കിയാൽ. അത് കൂടുതൽ പരിങ്ങലിലാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? CPI-യിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഒരുപക്ഷെ തോൽക്കാം എന്നൊരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ആഷ്മി, ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനവും രാജ്യത്തുണ്ടാകില്ല എന്നതാണ് അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യം. ആ അർത്ഥത്തിൽ ഇത് LDF-നും UDF-നും ഡു ഓർ ഡൈ തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഡു ഓർ ഡൈ. UDF-ന് ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറി. എന്നാൽ ആ പാർട്ടി തന്നെ ഇല്ലാതായി പോകുമോ എന്ന ആശങ്ക, അതിന്റെ ഘടകകക്ഷികളൊക്കെ വല്ലാതെ ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോകുമെന്നുള്ള ആശങ്ക. LDF-ന് പറയുന്ന പോലെ ഇവിടെ അധികാര നഷ്ടമുണ്ടായാൽ രാജ്യത്ത് അധികാരത്തിലേക്കുള്ള ഏക പാർട്ടി, ഏക സംസ്ഥാനം എന്നുള്ളത് അത് കൈവിട്ട് പോകരുത് എന്ന ആ ചൂടും ചൂരും പ്രചരണ രംഗത്ത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ആ പോരാട്ടത്തിൽ കേരളം അതിന്റെ പഴയ പാറ്റേൺ, LDF UDF മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന പഴയ പാറ്റേൺ കേരളം തിരിച്ചുപിടിക്കുന്നു. ഒറ്റ തവണ മാത്രമാണ് അതിൽ മാറ്റമുണ്ടായത്. ഈ പറഞ്ഞ കോവിഡ് കാല പ്രതിസന്ധി കൊണ്ടൊക്കെയാണ് എന്ന ആ വാദം ശരിവെക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ വരിക. ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സർവേകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ടുഡേ സ്റ്റാണൊക്കെ ആവട്ടെ, പോൾസ്റ്റാറ്റ് ആവട്ടെ, ജൻ കി ബാത്ത് ആവട്ടെ, ചെറുതും വലുതുമായ ഒട്ടുമിക്ക എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നത് കേരളത്തിൽ UDF-ന്റെ ഭരണമെന്നത് തന്നെയാണ്. അത് ഒരുപക്ഷെ സീറ്റ് വ്യത്യാസത്തെ മാറ്റമുണ്ടാകാം. അത് ഏറ്റവും കുറച്ച് പറയുന്നത് മാട്രിക്സ് ആണ്. 70 to 75 നാരോത്തിൻ മെജോറിറ്റിയിൽ പിടിക്കുമെന്നാണ് മാട്രിക്സ് പറയുന്നത് അല്ലേ? ഈ തമിഴ്നാട്ടിലെ മാട്രിക്സ് പിന്നെ 10 സീറ്റ് എങ്ങാണ്ട് TVK പറയുന്നു. എല്ലാ സർവേകളും അല്ല 12 സീറ്റ്. എല്ലാ സർവേകളും 10+ TVK പറയുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. 12 ഏകദേശം 12ലേക്കൊക്കെ എല്ലാ സർവേകളും എത്തുന്നുണ്ട്. അല്ല, വിജയും TVKയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുമാണ്. ഒരു തർക്കവും കരുത്തില്ല. ആദ്യഘട്ടത്തിൽ കണ്ട വിജയല്ല നമ്മൾ അവസാന ഘട്ടത്തിൽ കണ്ടപ്പോൾ നല്ല ഒന്നാന്തര രാഷ്ട്രീയക്കാരനായ കരൂർ ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി തിരിച്ചു വെക്കുന്ന, അതായത് ഞാൻ പോലീസ് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തി, അവിടെ കൊള്ളാവുന്ന റോഡില്ല, അവിടെ കൊള്ളാവുന്ന സംവിധാനങ്ങളില്ല, അതുകൊണ്ട് അതിന്റെ പഴി എന്റെ തലയ്ക്ക് വെക്കണം, നിങ്ങളുടെ പഴിയാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കലി ഷാർപ്പായ വിജയം നമ്മൾ കണ്ടു. അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ്. വിജയ്ക്കപ്പുറം അവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. വിജയ്ക്കപ്പുറം ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ, ബാക്കിയുള്ള നേതാക്കൾ എത്ര പേർ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. കണക്കുപരിശീലനങ്ങൾ എത്തിയിട്ടുണ്ട്. 13% അല്ലെങ്കിൽ തന്നെ അവിടെ ജേണൽസ് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ അവിടെ അറിയാവുന്ന ആൾക്കാരെ വിളിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇത് ഈ പറഞ്ഞ ജനക്കൂട്ട വോട്ടാണ് 23% വലുപ്പപ്പെടേണ്ടതെന്ന് പറയും. 23%. പുതുച്ചേരിയിലും 2 മുതൽ 4 സീറ്റുകൾ വരെ TVK ലഭിക്കാമെന്ന് പറയുന്നുണ്ട്. അവരുടെ പുതുച്ചേരിയിലും TVK ഇത്തവണ ചെറിയ ചലനം ഉണ്ടാക്കുമെന്നാണ് ഉറപ്പായും വിജയ് ഇളയ ദളപതി തമിഴ്നാട്ടിലെ കൃത്യമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി നിലയുറപ്പിക്കുന്നു തന്നെയാണ്. ഇതൊക്കെ ഉള്ളതാണെങ്കിൽ വ്യക്തമാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.